വാസോണ്ണ വാസോണ്ണ അണ്ണ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് വല്ലാണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനാ എനിക്ക് ഇത് പുതിയ ഇതായതുകൊണ്ട് എല്ലാരും ലോഡാവുന്ന ഇതൊക്കെ ഭയങ്കര മാറിപ്പോയതായിരിക്കും. എനിക്കറിയാം. പഠിപ്പിക്കല്ലേ നമ്മളെ പുതിയ ടീഷർട്ടിനെ പറ്റി രണ്ട് വാക്ക്. ഹൈപ്പ് 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 ഹൈപ്പ്. ഇല്ല അങ്ങനെ ഞാൻ പറയത്തില്ല അണ്ണാ. ഹൈപ്പിന് ഓർത്തണം തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടെ ഇപ്പൊ ഉള്ളതിന് വേണമെന്ന് എനിക്ക് പറയാൻ പോണേ. അതെ അണ്ണാ ഇങ്ങോട്ടോ. നല്ല രസമല്ലേ അതിന്റെ ബാക്കൊക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വിചാരിക്കുന്നത് എന്താ അതിന്റെ ബാക്ക് വശം ഇതിന് കൊണ്ടുവരാം. അതിന്റെ ബാക്ക് വശം ഇതിനുകൊണ്ടുവരാം. അതിന്റെ ബാക്ക് വശം മാത്രം അല്ല ബാക്ക് വശം മാത്രം. ഇതിന്റെ ഫ്രണ്ടിൽ രണ്ട് വര ഉണ്ടാ? ഇതിന്റെ കണക്ഷൻ ഉണ്ട് ബാക്കിൽ നിന്ന്. അത് ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്മാച്ച് ആയിരിക്കും. അല്ല ഇതിനൊരു ബാക്കിന്റെ ഫെദർ കണക്ഷൻ ഉണ്ട് ഇതില്. ആ കയ്യിൽ കണ്ടില്ലേ മുള്ളു മുള്ളുള്ള ഇതെല്ലാം അതിന്റെ ഒരു ആ ഒരു കോമ്പോട്ട് വരുന്നതാണ്. അപ്പൊ മറ്റേ വെച്ച് കഴിഞ്ഞാൽ ചേരത്തില്ല. ഇത് നമ്മൾ പുറത്ത് ടീഷർട്ട് വെട്ടി തയ്ക്കുന്ന കണക്കല്ല, ഇച്ചിരി പാടുള്ള പരിപാടിയാണിത്. അത് നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. അത് ബാക്കിൽ നിന്ന് കണക്ഷൻ അണ്ടിന്ന് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ചെറിയ എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാൻ. ഞാൻ അതിനെ ആദ്യം പോയി സാഷയോട് 1v1 അടിച്ച് ജയിച്ചിട്ട് വന്നിട്ട് സാശനെ ഞാൻ വെള്ളി വിളിച്ചാട്ടാ. അവർക്ക് പേടിയായിട്ട് വന്നില്ല, അല്ലെങ്കിൽ അടിച്ച് തോലച്ചേരാണ് പിള്ളേരെ തൊട്ടാനെ. ചേട്ടാ ഒരുത്തരോട് ചോദിക്കാൻ പോയതാ എന്റെ അവസ്ഥ. ചേച്ചിയില്ലാത്തവരോടുള്ള ഫസ്റ്റ് ഉണ്ടായിരുന്ന കണ്ടായിരുന്നു അയ്യോ കണ്ടായിരുന്നു. കണ്ണാപ്പി നീ തോറ്റല്ലേ നീ അവരുടെ അടുത്ത്? ഇല്ലില്ല 14-14 അവള് എനിക്ക് ഷട്ടറിങ് ഉണ്ടായിരുന്നു. സത്യം ചന്ദ്രയോട് അല്ലല്ല ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ഇവന്റെ തത്സമയം കാണുന്നവരടുത്തോട്ട് അതിനെ ചോദിച്ചു നോക്കണം. കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഇവന്റെ സാധനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. ഇപ്പൊ ഒരു ലോറാപ്പിയും കൊണ്ട് കറക്കം. അതല്ലാതെ ഒരു വാറിനോ പ്രീ വാറിനോ പോലും ഇവന്മാരും ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? വല്ലപ്പോഴും നീ ഉള്ളപ്പോ സിറ്റുവേഷൻ ട്രിഗർ ആയാൽ മാത്രം, അല്ലാതൊന്നും ഇല്ല കണ്ണാപ്പി. അങ്ങനെ ഞാൻ ചോദിക്കുന്നതിനുള്ള ഇത് പറ. നീ ഏതെങ്കിലും ഒരു പ്രാക്ടീസിന് കഴിഞ്ഞ 6 മാസം വന്നിട്ടുണ്ടോ നമ്മുടെ കൂടെ? ഉണ്ടോ ഇല്ലയോ? ക്ലാസും കാര്യങ്ങളൊക്കെ കണ്ണാപ്പി ഞാൻ തന്തയ്ക്ക് വിളിക്കും പച്ചയ്ക്ക് പന്ന പൊലയാടി മോനെ. ഇനി എന്റെ അടുത്ത് റീസൺ പറഞ്ഞു കേട്ടല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് നല്ല കണ്ണാപ്പി എല്ലാവർക്കും അറിയാതെ എന്താണ്. അതുകൊണ്ട് ഞാൻ പറയാണ് ഇനി അങ്ങോട്ട് ലൈനപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രാക്ടീസിനും ബാക്കി കാര്യങ്ങൾക്കും ഉണ്ടാവും. അല്ലാതെ നീ സിറ്റുവേഷൻ വന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് എന്റെ അടുത്ത് പറയുക അണ്ണ ലൈനപ്പിൽ ഉണ്ടാവൂലേ എന്ന് പറയുമ്പോ ആ കണ്ണമ്മോനെ വാടാ ലൈനപ്പിൽ കയറാം. നമ്മൾ ഇന്നലെ കണ്ടതല്ല ഉള്ളടാ, ഒരുമിച്ച് ഉണ്ടായിരുന്നോടാ, ആ ലൈനപ്പിൽ കയറാം എന്ന് പറഞ്ഞാൽ ഇടത്തില്ലടാ. ഇനി തൊട്ട് എല്ലാ ഇവിടുത്തെ പ്രാക്ടീസിനും ഞാൻ കഴിഞ്ഞ 4 മാസമായിട്ട് നീ എവിടെ ആയിരുന്നു പ്രാക്ടീസിന് ചന്ദ്ര? നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ടിവിയിൽ ഡസ്റ്റർ വന്നതിന്റെ അടുത്ത ദിവസം അടിച്ചിട്ടവനെ ഓർമ്മ ഉണ്ടാണേ. വന്നതിന്റെ അടുത്ത ദിവസം വന്നിട്ട് 2ാമത്തെ ദിവസം അടിച്ചു കറക്കിയവനെ. അപ്പൊ അണ്ണ എന്റെ ലെവല് താരച്ചു നോക്കണേ. ഓറ അല്ല എടാ കണ്ണാപ്പി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ക്ലിയർ കട്ട് ആയിട്ട് പറയാം. നിനക്കൊന്നും PvP കളിക്കാനുള്ള കഴിവില്ലായിരുന്നെങ്കിൽ നിന്നെയൊക്കെ ഞാൻ താഴത്തെ ഉള്ളായിരുന്നു. ഉള്ള സമയത്ത് മര്യാദയ്ക്ക് കളിച്ചോണ്ടിരുന്ന ഒരു സമയത്ത് ഇവിടെ മര്യാദയ്ക്ക് കളിച്ചോണ്ടിരുന്ന അല്ല ഇപ്പോഴും എനിക്ക് സമാധാനം തരാനുണ്ട്. ഇവനെ ലൈനപ്പിൽ ഇടുന്ന ദിവസം ഇന്നത് വരും നിന്റെ അതിന്റെ ചാറ്റ്. കണ്ണാപ്പിയെ മാറ്റാ ആ സമാധാനം കിട്ടുന്ന വരും ഉറപ്പായിട്ടും. നീ നോക്കിക്കോ. നമസ്കാരം ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാന്. അണ്ണാ
ചന്ദ്രണ്ണ ആ. എല്ലാരും നാളെ 12 മണിയാകും ഈ ഫോണ് ഞാനിന്ന് നാളെ 12 മണിയാകുമ്പോ സാബ്ഗുഡിന്റെ ആണ്. അപ്പൊ നമ്മള് ചെറിയ രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് മിലിറ്ററി ബേസിൽ വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാവണം. ചെങ്കുക്കല്ലടാ സാർക്ക്. ഞാനല്ല. അപ്പൊ നാളെ അപ്പൊ നാളെ നാളെ ഉണ്ടോ? 12 മണിയാകുമ്പോ മിലിറ്ററി ബേസിൽ വെച്ചിട്ടാണ് പരിപാടി. ചന്ദ്രു എന്തായാലും ഉണ്ടാവും, ഉറപ്പായിരിക്കും. വാസോണ്ണൊന്നും പറഞ്ഞില്ല. ഞാൻ ഉണ്ടാവും ബ്രോ ഉണ്ടാവും കുടുംബത്തോടെ വരാം. നാളെ നാളെ ഇച്ചിരി ടൈറ്റ് ആണ് അല്ലേ? ഷെഡ്യൂൾ ആ ഷെഡ്യൂൾ ഭയങ്കര ഡൈറ്റ് ആണ്. ഷെഡ്യൂൾ ഡേറ്റ് ആണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ? ക്രിസ്മസ് ഒക്കെ അല്ലേ? പറ്റുവാണ് വരാം. ഇത് വാഗ്ദാനം തറ ശോകമല്ലേ? അതെ അതെ. നോക്കണ്ണ എന്താ ഒരു ഇല്ല, കാര്യം, നിങ്ങളൊന്നും. ഞാൻ നാട്ടിൽ ചെറുതായിട്ടൊന്ന് ബോസ് ചെയ്യണം. എനിക്കൊരു 60,000 ലാപ്പ് വാങ്ങിച്ചു തരുമോ? എത്ര 60,000 ഞാൻ തന്നെ ഒരു 5-6 ലക്ഷം കടത്തിലല്ലത് ഇതിന്റെ ഇടയ്ക്ക് തീർന്നാ. കേക്കട്ടെ. അണ്ണാ വാസുവിനും ചന്ദ്രു ഒക്കെ വരും. ഇനിയൊരു കമ്പാക്ക് ഉടനെ. വാസോണ്ണ കേട്ടില്ല ഞാൻ പറഞ്ഞത്. ബ്രോ ക്രിസ്മസ് തലേന്നായതുകൊണ്ട് എല്ലാരും അവൈലബിൾ ഒക്കെ ആണോന്ന് അറിഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. നാളെ ഞാൻ ഉണ്ടാവും. ഞാൻ നാളെ നമുക്ക് ടർഫുണ്ട്. സാബ്ഗുഡിന്റെ ബർത്ത്ഡേ ആണ് 12 മണി. നാളെയാണോ മറ്റന്നാളാണോ ടർഫ് ഇട്ടേക്കുന്നടാ? നാളെയാണോ മറ്റന്നാളോ ടർഫ് ഇട്ടേക്കുന്നത്? നാളെ ഈ ലോകത്തല്ല. വലിയ കാര്യത്തിൽ മറ്റേ ലൈവില് മറ്റേ പപ്പാനെ ഡ്രസ് ഇട്ട് വന്നിട്ട് ഡേറ്റ് പോലും അറിയത്തില്ല എന്തിനാ. അപ്പൊ നാളെ ടർഫ് ഉണ്ടാവും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ ബ്രോ അങ്ങോട്ട് ഉറപ്പായിട്ട്. ഓക്കെ താങ്ക് യു ബൈ അണ്ണാ ചന്ദ്രു അണ്ണൻ ഇപ്പൊ പറഞ്ഞ അണ്ണൻ ഒരു മാസം ഒറ്റ മാസം എനിക്ക് സമയം തന്നു. അടുത്ത മാസം ഇതേ സമയത്ത് കണ്ണാപ്പയെ ലൈനപ്പ് കയറ്റി കയറ്റുന്ന പറഞ്ഞ സ്പാം ആയിരിക്കും. അണ്ണൻ കണ്ടോ? റിയൽ ലൈഫിലും ഗെയിമിലും ആയിട്ട് നിന്റെ കുറെ വാഗ്ദാനങ്ങൾ ഞാൻ കേട്ട് മടുത്തതാ. എനിക്ക് ഇതിനൊന്നും റിപ്ലൈ പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കും. എനിക്ക് ഈ വായ്ത്താളം കേൾക്കണ്ട, മനസ്സിലായി? അതാണ് ഇനി ചെയ്തേ കാണിക്കണേ. ക്ലാസ് ഒക്കെ ആയിട്ടല്ലോ. ഇനിയിപ്പോ ക്ലാസ് 22,000 മുടക്കുണ്ട്. 22,000 എന്ത് അവനെ ഹാക്കറാണ്. പിന്നെ ചോദിച്ചോ. 22,000 ഡെസ്ട്രോ ഇങ്ങോട്ടോ. ചന്ദ്രു വാങ്ങിച്ചായിരുന്നില്ല. അപ്പൊ ചന്ദ്രു പൈസ വാങ്ങിച്ചല്ലേ? അതെ, എത്ര രൂപ അതിന്? അതിനെത്ര രൂപ? അല്ല നിന്റെ കിടക്കുന്ന പെൺഡ്രൈവിന് സന്തോഷമായിട്ട് എല്ലായിടത്തും ഞാൻ പറയാണേ, നമ്മുടെ ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഓൾറെഡി നിങ്ങൾക്ക് ടൈം എക്സ്റ്റെൻഡ് ആയിട്ട് ഇത്രയും ദിവസം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ട്രിപ്പ് വന്നതുകൊണ്ടാണ് ഞാനിത് കളക്ട് ചെയ്യുന്ന ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡിലേ ആക്കി വെച്ചേക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സെർവറിനകത്ത് ഞാൻ ബ്രാവോയും കൊണ്ട് അപ്പാർട്ട് ഫ്രം ദ RP ബ്രാവോയും കൊണ്ട് ഞാൻ ലോഗ് എടുത്തിട്ട് ഗ്രൈൻഡിങ് മണി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാനത് ഇതാക്കത്തുള്ളൂ. ഗ്രൈൻഡിങ് മണി എനിക്ക് ആരുടെ പൈസ നിങ്ങൾ പിരിച്ചുകൊണ്ട് തരുമൊന്നും വേണ്ട. ഒരു ടാർഗറ്റ് ആണ് തന്നെ ഒത്തിരി നാൾക്ക് ശേഷം. ഈ ഒരു ഒറ്റ ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്തവന്മാർ എന്തായാലും കളിക്കണ്ട. അത് ആരാണെങ്കിലും എന്താ ഞാൻ കളക്ട് ചെയ്യുന്ന ദിവസം ഗ്രൈൻഡിങ് മണി നമ്മൾ പറഞ്ഞ പൈസ ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കണ്ട. ഇതിനകത്ത് ഞാൻ തീരുമാനിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാസം 1 to 2 മാസം മാക്സിമം അതിനകത്ത് ഗ്യാങ് സ്ലോട്ടിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റി ഉറപ്പിച്ച കാര്യം. അത് പറയാനുള്ള കാരണമുണ്ട്. ഇവിടെ എമൗണ്ട് ഗ്രൈൻഡ് ചെയ്ത് കഷ്ടപ്പെട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് പേരുണ്ട്. അതെനിക്ക് ഓൾറെഡി അറിയാം. കുറെ പേര് ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആ ഗ്രൈൻഡ് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുന്നവരോട് എനിക്കൊരു റെസ്പെക്ട് കാണിക്കണം. അവർക്ക് അതിന് സമയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് സമയമുണ്ട്. വാറടിക്കാനും പ്രിയോർ അടിക്കാനും വേണ്ടി മാത്രം ഇതിനകത്ത് കയറേണ്ട ആവശ്യമില്ല. ഒരു ഗ്യാങ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് അതിനകത്തുണ്ടാവണം. അത് ഒരു ഇതൂടെ പറയാം. എന്തായാലും നാളെ എന്തായാലും ടർഫുണ്ട്. മറ്റന്നാൾ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് 25, 26 അല്ലെങ്കിൽ 27 കളക്ഷൻ ഡേറ്റ് വെക്കാം. 26 അണ്ണ 28 വയ്ക്കാണ്. 28 ഞാൻ വരും. എന്താടാ അല്ലാണ് 28 വെക്കാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കോലീഡർ ബാബു അതാണ് ബാബു വരാന്ന് പറഞ്ഞു. കോലീഡർ ബാബുവിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഞങ്ങൾ രണ്ടോടാണ് ഇപ്പൊ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്.
ചന്ദ്ര എനക്ക് 30 CR അല്ല എനിക്ക് 30 CR അല്ല ഗ്രൈൻഡിങ് ടാർഗറ്റ്. എടുത്തിട്ടോ അമ്മാര് റെഡിയാന്നല്ലേ പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാരും വണ്ടി എടുത്തിട്ടോ. ചന്ദ്ര ഒരു വണ്ടി എടുത്തു. ചന്ദ്ര 28 നമുക്ക് കളിക്കാം. എന്നെ കൂടെ കൊണ്ടുപോണ വാസന എടുത്ത് കണ്ണാപ്പിയോ സാർക്ക് 3 പേര് കയറി. ഇനി നിന്നെ എവിടെ 3 പേര് കുത്തി അടിച്ച് കളിക്കാം. കുറച്ച് 4 പേര് വേണ്ട, കുറച്ച് 4 പേര് വേണ്ട. ഈ വണ്ടി മരണ വണ്ടിയാണ്. അണ്ണൻ ഇന്ന് എന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കും. ഞങ്ങൾ കുത്തി അടിച്ച് കളിക്കാനാ. 4 പേര് വേണ്ട. ഹലോ കോച്ച്. കേക്കാം. ആ ഓക്കെ. ഇതിനകത്ത് റേഡിയോ സൗണ്ട് അത് അതല്ലടാ ഭയങ്കര ഊരില്ലേട്ടാണ്. വണ്ടിക്കകത്ത് റേഡിയോ എങ്ങനെയാടാ ഓഫ് ചെയ്യുന്നേ? വണ്ടിക്കകത്ത് റേഡിയോ ക്യൂഞ്ഞൊക്കെയിട്ട് താഴോട്ടാക്കുക. അല്ലാണ്ട് സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. വേറെ ട്രിക്ക് ഉണ്ട്. സെറ്റിംഗ്സ് ഓഡിയോ അതിനകത്ത് എന്താണ് റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടേ. അതൊക്കെ ഓഫ് ചെയ്തിട്ടാ ഇല്ലല്ലോ. അത് ഓഫ് ചെയ്തിട്ട് പിന്നെ മ്യൂസിക് ഡയലോഗ് ബൂസ്റ്റും ഡയലോഗ് ബൂസ്റ്റ് സീറോ ഇട്ടു. ഓട്ടോ സ്കാൻ ഫോർ മ്യൂസിക് ഉണ്ടല്ലോ, അത് ഓഫ് ചെയ്തിട്ടോ. അത് ഓഫ് ചെയ്തിട്ടോ. ഞാൻ ഇല്ലായിരുന്നു ഇപ്പൊ പണ്ട് കേട്ട് തന്നെയല്ലേ. കഴിവുള്ള ഇഷ്ടം പോലെ വേറെ ആൾക്കാരുണ്ട്. അവരുടെ ചോദിച്ചേനെ എനിക്ക് കുറച്ചേലും ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ലേ അണ്ണനൂടെ. ബ്രോ ഇതെന്താ തോളത്ത് ഷോപ്പെട്ടി? മരിക്കും പെട്ടെന്ന് നടക്കാനാണ്. മരിക്കുന്നതിന് മുമ്പ് കയറി ഇരിക്കും കേട്ടാ. അണ്ണന്റെ ഫാനാണ്. കുറച്ച് ബ്ലാക്ക് നമ്മുടെ വൈറ്റ് ആക്ച്വലി നമ്മൾ ഗ്രൈൻഡിങ് ഡയറക്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ ബ്രോ. വൈറ്റ് ആക്ച്വലി കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മുടെ കുറവാ. എത്ര വേണം എത്ര വേണം? ബ്ലാക്ക് ലൊക്കേഷൻ ബ്രോ ഇത് കഴിഞ്ഞിട്ട് ഡീൽ ചെയ്താൽ മതിയോ? നമ്മളൊരു വാട്ടർ നമ്മൾ 22 പേരെ ഉള്ളു. 3 പേര് റേഡിയോ സൗണ്ട് വീണ്ടും കേൾക്കുന്നേ. എനിക്ക് ക്യൂഞ്ഞൊക്കെ ഹലോ അപ്പൊ ഹെലി എടുക്കട്ടെ. വണ്ടിയുടെ സൗണ്ട് എന്ത് സൗണ്ട് കേൾക്കുന്നത്? അണ്ണൻ എന്ത് സൗണ്ട് കേൾക്കുന്നത്? നമുക്ക് കഴിവില്ലെന്ന് മനസ്സിലായി. എനിക്കല്ല നിനക്ക്. എന്തായിരുന്നു പറഞ്ഞു കൊടുക്കാൻ? 2 മന്ദബുദ്ധികളാ വിചാരിച്ചോ. അണ്ണൻ പോയി. നമ്മുടെ വണ്ടി കയറില്ലേ? അണ്ണൻ കേറും. ഇപ്പൊ റെഡി ആക്കിട്ട് വരും. Bro, big shout out to you. Thank you so much for the പാട്ടിട്ടോണ്ട് പോകുന്നുണ്ടോ വണ്ടിയില്?